എന്ത് സാധനം? അയ്യോ ആന! ഓയ്യോ ആനപ്പുണ്ടി! എവിടെ നോക്കിയാടോ? ആരാണ് ഈ പണ്ടാറക്കാലം ഷാപ്പിന് കാവിലെടുത്തേ? अरे ओ वीरप्पन जी इधर आओ बेटा ഹാത്തി വീരപ്പന്റെ സ്വന്തം അളിയന്റേതാ. അയ്യോ അളിയൻ പ്രമാണിയതായിരുന്നോ? എങ്കിൽ 2, 3, 4 ഹാത്തികളെ ഷാപ്പിന് മുമ്പിൽ നിർത്തട്ടെ. സാത്തി മേരാ ഹാത്തി നെയ് നെയ് ഹാത്തി മേരാ സാത്തി. അച്ഛാ 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 കുഞ്ഞപ്പാ ഒരു ബോട്ടിൽ ഇങ്ങോട്ട് പോയി നേരത്തെ. ഇന്ന് എന്റെ കാക്കയുടെ പിറന്നാളാ, ഒന്ന് ആഘോഷിക്കണം. അത് ശരി, വാവച്ചനാശാന്റെ പെങ്ങളെ പിറന്നാളാണെന്നല്ലേ? ആ, ഇന്നത്തെ എല്ലാ ചെലവുകളും വാവച്ചനാശാന്റെ വക. ഞാനതങ്ങ് മറന്നുപോയി. എടാ, എന്റെ പുന്നാര പെങ്ങടെ പിറന്നാളിന്റെ കാര്യോ പറഞ്ഞു. എന്നാലേ ഒരു സ്പെഷ്യൽ സമ്മാനം വാങ്ങി എനിക്കിത് നേരത്തെ വീട്ടിലെത്താം. ഞാനും വരുന്നളയാ. അല്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി പണങ്ങാൻ. പൊന്നരാ, നീ ആനയും തുളച്ചേര്. ധന്യവാദ്. കാക്കയെന്ന് മലന്ന് പറക്കുമല്ലോ. എന്തു പറ്റി എന്റെ പുന്നാര ആങ്ങളേക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നാൻ? ഓടി. ഒരേ ഒരു പെങ്ങളെ പിറന്നാളല്ലേ, എന്നെക്കാൾ ഇക്കാര്യം എന്റെ അളിയനാണ് നല്ല ഓർമ്മ. അല്ലേ? അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ ഞാൻ. എന്റെ പുന്നാര പെങ്ങക്ക് പുന്നാര ആങ്ങളയുടെ പിറന്നാൾ സമ്മാനം. പൊയ്യോ. അത് മാറ്റി കൊടുക്ക. തെക്കന്റെ ലോഡാ. പാസ് എവിടെ? തെക്കന്റെ ലോഡിനാരും പാസ് ചോദിക്കാറില്ല. തെക്കന്റേതായാലും ശരി, വടക്കന്റേതായാലും ശരി, ഇന്ന് ഈ ലോഡ് പോണെങ്കിൽ പാസ് വേണം. വണ്ടി ഒതുക്കിടാ. കണ്ടില്ലേ സാർ, ചെക്ക് പോസ്റ്റ് ഇടിച്ച് തകർത്തിട്ടാ പോയത്. അവന്റെ അമ്മയുടെ പിണ്ടം വയ്ക്കാൻ പാലം കിടക്കുന്ന പിടിക്കാൻ സാർ. നിക്ക താൻ ചെറുപ്പമാ, ഉശിരും വീറും ഒക്കെ നല്ലതാ. പക്ഷേ കാട്ടുകള്ളന്മാരെ തടയാൻ അത് മാത്രം പോരല്ലോ തോമസേ. മീശ വെച്ചാൽ ആണാകില്ല സാർ, നട്ടല് വേണം. തോമസേ, സൂക്ഷിച്ച് സംസാരിക്കണം. തന്നേക്കാൾ പ്രായവും സർവീസും എനിക്കാ കൂടുതൽ. അതുകൊണ്ട് തിന്നുന്ന ചോറിന് നന്ദി കാണിക്കാൻ പാടില്ല എന്നുണ്ടോ സാർ? മതി. തന്നേക്കാൾ വീറുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുറുക്കനും നരിയും ചവച്ചു തുപ്പി അവരുടെയൊക്കെ ശവശരീരം കണ്ടു കിട്ടുമ്പോ ദുഃഖിക്കാൻ ആരും കാണത്തില്ലടോ. തന്റെ അപ്പന്റെ അനുഭവം ഓർമ്മയില്ലേ? വണ്ടി വിടോ. വാരിക്കുഴിയില് ഒരു ആന മരിക്കുന്നു. കൊമ്പൻ എന്താടി? എന്താണ് രാവിലെ? ഒരാന വീണിരിക്കുന്നു. എന്താ തോടാ? ചിറ്റാമ്പലയിൽ നമ്മൾ വെച്ച പൊതയില് ഒരു കേമൻ കൊമ്പ് വീണിരിക്കുന്നു. നന്നായല്ലോ. എപ്പോ? അറിയില്ല, രാത്രിയിലാ കണ്ടേ. കൂട്ടാനൊന്നും മാറിയിട്ടില്ല. ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചോ? ഇല്ലേ? എന്നപ്പോൾ പറയാ, ഞാനിതാ വരുന്നു. അപ്പാ, കാട്ടിലും കുഴിയിലും പോയി കിടന്ന് ദണ്ണം കൂട്ടാനാണോ പരിപാടി? വലിപ്പം വളരെ കൂടുതലാ, അതുകൊണ്ട് കയറ്റി കൂട്ടിലെത്തിക്കാൻ വലിയ പാടായിരിക്കും.
തിരിച്ച് കാട്ടിലേക്ക് വിട്ടേക്കാം സാർ. വെറുതെ പുലിവാല് പിടിക്കണോ? മൂപ്പൻ എന്ത് പറയുന്നു? ഏറ്റവും പിന്നെ എനത്തിപ്പെട്ടതാ, കലി കൂടും. പക്ഷെ ലക്ഷണം നന്ന് കയറ്റി കൂട്ടിലെത്തിച്ച ഒരു കൊല്ലം കഴിയുമ്പോ അനന്തനെക്കാളും തലയെടുപ്പുണ്ടാവും. മെരുക്കിയെടുക്കാൻ പറ്റുമോ മൂപ്പ? മെരുങ്ങി കിട്ടാനാ പാട്. കിട്ടിയാ നല്ല പണിക്കാരനാവും. അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരെണ്ണം വീണിട്ടില്ല. താപ്പാനകൾ എപ്പോ എത്തും? ശിവൻ പോയിട്ടുണ്ട് കൊണ്ടുവരാൻ. എന്നാ പിന്നെ കൂട്ടിലെത്തിക്കാം അല്ലേ മൂപ്പ? ആ ശ്രദ്ധിക്കണം, തെറ്റുകൊമ്പന. ശരി പോപ്പ. ദിവസം 4-5 കാട്ടാനോടുള്ള പോരാട്ടം തുടങ്ങിയിട്ട് ഇനിയിപ്പോ കയറ്റി വിട്ടേക്കാന്ന് വെച്ചാലും കാര്യം കഷ്ടമാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ. അപ്പോ ആരും കേട്ടില്ല. കാട്ടി കയറുമ്പോ മുറിവും ചതവും ഒക്കെ താനേ മാറിക്കൊള്ളും. കയറ്റി വിട്ടേക്കാം സാർ. അത് വേണ്ട. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആനയെ കൂട്ടിലെത്തിക്കണം. വാവച്ചനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പറ്റിയ മറ്റൊരാളെ കണ്ടുപിടിക്കണം. നല്ല തഴക്കവും പഴക്കമുള്ള ഒരു തന്നെ. അതിനെ ആരാ? വാവച്ചനേക്കാൾ തഴക്കവും പഴക്കവും ഉള്ള വേറൊരാള് ഉണ്ട്. ഒറ്റയാനെ പോലും തളയ്ക്കുന്നവൻ. പ്രായിക്കര പാപ്പാൻ. അച്യുതൻ പാപ്പാനല്ലേ? കഴിഞ്ഞ ആറാട്ടുപുഴ പൂരത്തിന് ഇടഞ്ഞ 4 ആനകളെ ഒറ്റയ്ക്ക് തളച്ചത് ഈ പാപ്പാനാ. സാറ് കേട്ടിട്ടില്ലേ? ആ, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അയാളിപ്പോ എവിടാന്ന് വെച്ച് വരുത്താനാ? മേൽവിലാസം ഇന്ത്യയിലുണ്ട്. പക്ഷേ ആളൊരുടക്കന് വരുമെന്ന സംശയം. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സാർ. അച്യുതൻ പാപ്പൻ വന്നാൽ ആന കൂട്ടിലെത്തും, ഉറപ്പാണ് സാർ. എങ്കിലും നമുക്ക് അയാളെ വരുത്താൻ നോക്കാം. ആ, രാത്രിയിൽ വാരിക്കുഴിക്കാവലിന് കുറവൊന്നും വരുത്തണ്ട. വേണമെങ്കിൽ 2-3 പേരെ കൂടെ ഇട്ടോ. ശരി സാർ. ഒരു കണക്കിന് റേഞ്ച് ഓഫീസർ പറഞ്ഞ ശരിയാ. നമ്മൾ കുഴിയിൽ നിന്ന് ആനയെ ഇങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അത് കാട്ടാനകളുടെ കൂട്ടത്തിലേക്ക് സുചാളിയായിട്ട് അങ്ങോട്ട് പോയി. DFOയുടെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. അതുകൊണ്ടാണല്ലോ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പ്രായിക്കരയെന്ന് അച്യുതനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്തിനാ തോമസ് സാറേ ഈ അച്യുതനും കിച്ചതിനും ഒക്കെ? ഈ ജോലി എന്നെ ഏൽപ്പിക്ക്. സാറും കൂടെ നോക്ക്. സാറേ ഞാനേ ഇങ്ങനെ ഇരിക്കും. സാർ നോക്കണ്ട. എന്താ ഇത്? ആന
ആ തെച്ചുകൊമ്പിന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൂട്ടിലേക്ക് ഇടും. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. ആ. അവസാനം തന്നെ ആനയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചുമക്കേണ്ടി വരും. നല്ലേതോടാ. കേട്ടിടത്തോളം പ്രായക്കര പാപ്പാൻ ഒരു മിടുക്കനാ. ചട്ടവും മർമ്മവും ശരിക്കും അറിയാവുന്ന ആൾ. ഇതുപോലല്ല. തൊടാ. ഓ പോടാ. നാട്ടുകാരറിഞ്ഞില്ലായിരുന്നെങ്കിൽ കൊമ്പും പാലും മുറിച്ചെടുത്ത് ഈ കുഴിയിൽ തന്നെ വെട്ടി മൂടാമായിരുന്നു. നിന്നെ കൊണ്ടാണെങ്കിൽ കേറ്റാനും പറ്റുന്നില്ല. കൊച്ചിയിൽ 6 പേരെ കുത്തിമലർത്തിയ കൊച്ചു കേശവനെ തറച്ച അച്യുതനെയാണ് കൊണ്ടുവരാൻ പോണത്. അയാൾ വന്നാൽ ആശാന്റെ കാര്യം പോക്കാം. അല്ലേ ആശാൻ? അല്ലേ അച്ചാപ്പു? ഒരു പോക്കുമില്ലടാ. അവൻ വന്ന് കുഴിയിടിച്ച് കാട്ടാനെ കയറ്റി കാട്ടിൽ വിടും. അല്ലാതെ കൂട്ടിലെത്തിക്കാനൊന്നും അവന് പറ്റില്ല. നീ കണ്ടോ? അതെന്തായാലും പാവച്ചനെ കൂടാതെ ഒരു പ്രമാണം ഇവിടെ വേണ്ട. അച്യുതന്റെ അന്ത്യം നമ്മുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. ദിക്കും കിടപ്പും വെച്ച് നോക്കിയാ കന്നിക്കോണിന്ന് ആരംഭിക്കാം. അല്ലേ മൂപ്പ? താൻ പറഞ്ഞത് ശരിയാ. അപ്പൊ സൂര്യൻ കാണാലും വെട്ടം ഉറപ്പാ. കുഴപ്പമൊന്നുമില്ലല്ലോ മൂപ്പ. ഇല്ല. അച്യുതന്റെ കണക്ക് ശരിയാ. കൊമ്പൻ നിൽക്കും.
നിൽക്ക്.